അമ്മായി കാക്ക, ഇത് ഞാനാണ്. എന്റെ പേരും മേൽവിലാസമൊക്കെ നിശ്ചയുള്ള ജിന്നാണല്ലോ. അമ്മായി കാക്ക, ഇത് ഞാനാണ്. ഇത് ഞാനാണ്. മൊയ്തോന് പേടിക്കണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞൂടെ നമുക്ക്? അതെ, ഞാനിവിടെ പേടിയായിട്ട് നിൽക്കണാണ്. അതെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. ചൂട്ടും കത്തിച്ചോണ്ട് ഒരാൾ വന്നാണ്ടപ്പോ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. പേടിക്കണ്ടോ? ഇന്റെ മുന്നിലായിരുന്നു. ജിന്റെ പിന്നിലായിരുന്നു. ജിന്റെ പിന്നിലായിരുന്നു. മനസ്സിനൊരു ഉറപ്പുണ്ടായി. ഒരു കാര്യം ചെയ്യും, എന്റെ മുന്നിലും പിന്നിലും കൂടി ആയിരുന്നു. ഞാൻ തടുക്കി പറഞ്ഞോളാം. അമ്മായിക്കൊക്കെ എന്ത് വർത്താനം പറയണത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നിച്ച് നടക്കാം. മൊയ്തു, ആ കാണാണ് പള്ളിക്കാട്. അതൊന്നും എനിക്ക് പേടിയായിട്ടും പാടില്ല. പേടിക്കണ്ടടാ, പേടിച്ചാ വയറിളകും. ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത്. ബഹളം പറ്റിട്ടൊന്നും ഒരു കാര്യമില്ല. നിൽക്കാതെ പറഞ്ഞത് അതാ നിനക്ക് നല്ലത്. നിനക്കോട് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇത് ചതിയാണ്. വീട്ടിൽ നിന്നിറക്കിയത് ഇതിനായിരുന്നോ? ആൽബത്തിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞു വിളിച്ചിട്ട് എന്നെ ഇത് ആൽബപീഡനാടാ. അത് കാണാൻ നല്ല രസമുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ. ഇത് സർട്ടിഫിക്കറ്റ് ആണ്. അന്നെ പോലുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് കാണാൻ പറ്റൂല. ഞാനൊരു കുടുംബത്തിന്റെ അത്താണിയാണ് സാർ. അത്താണെങ്കിൽ ഞാൻ ഇവിടെ പോയി ചുമടിറക്കിയാലോ? ഇവിടെ ഒരു പട്ടി നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത് അന്നെ വിചാരിച്ചിട്ടാ. അതെ, അന്നെ ഉദ്ദേശിച്ചിട്ടാ. അതിക്കന്നെ വിചാരിച്ചിട്ടേ. ഒരു വടി എടുക്കടാ. തങ്കമണിയും വിതുരിയും കഴിഞ്ഞപ്പോ പൊന്തക്കോട്ടിന്റെ ഉള്ളിലാവും പോലെ പീഡനം. നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ ഈ വയസ്സാകാലത്ത് വടിയും കുത്തിപ്പിടിച്ച് നടക്കണ്ട. എടാ നമുക്കേ ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിലേ നാളെ എന്നെ ഒഴിവാക്കണ കോയിച്ചണ്ടി മാതിരിയായി പോവാ പെൺകുട്ടി. വടി എവിടെ നിന്ന് കിട്ടും? ഇപ്പൊ വേലിപ്പത്തിൽ ഊരടാ. ഇന്ന് നേരത്തല്ലാണ്ട് പിന്നെ എപ്പളാ ഊര? ഇതുവരെ നിങ്ങൾ കേട്ടത് അഗ്നിനക്ഷത്രം എന്ന നാടകത്തിന്റെ 2ാം ഭാഗം. 3ാം ഭാഗം അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം. അടുത്തതായി കൊച്ചി നിലയത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ മൈക്കാക്ക ഞാൻ വിളിക്കിരിക്കണ കാണാമെന്നാണോ? പിന്നെ കാണാൻ പറ്റിയൊരു പരിപാടി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എനിക്ക് ഇവൻ കൂടെ വേണം. റേഡിയോ തോമസ് ഒരു കലാകാരൻ തന്നെ അല്ലേക്കാ? തന്നെ മറക്കിരിക്കുമ്പോഴും അതല്ലേ റേഡിയം കൈമല്. വെറുതെ അല്ല ഒരു കലാമണം. നിങ്ങള് പേടിച്ചു പോയില്ലേ അമ്മായിക്കാക്ക?